അമേരിക്ക ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള പല വഴികളും നോക്കുകയാണ്. ഇന്ത്യയാണെങ്കിൽ റഷ്യയോട് ചേർന്ന് നിൽക്കുകയാണ്. റഷ്യയ്ക്ക് ഇന്ത്യയെ വളരെ ആവശ്യമാണ്. ഇന്ത്യ റഷ്യയെ വിട്ടുപോയി കഴിഞ്ഞാൽ റഷ്യ വലിയ പ്രതിസന്ധിയിലാകുമെന്നൊക്കെ ഇവർക്ക് കൃത്യമായി അറിയാം. അമേരിക്ക ചൈനയുമായി ഇന്ത്യ അടുക്കാതിരിക്കാനും റഷ്യയുമായി ഇന്ത്യ അടുക്കാതിരിക്കാനും പഠിച്ച പണി 18 നോക്കുകയാണ്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയെ യാതൊരുവിധ കൂസലുമില്ലാതെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. താരിഫ് ഏർപ്പെടുത്തി നോക്കി ആ താരിഫിൽ നിന്നെല്ലാം ഇന്ത്യ വളരെ ഗംഭീരമായി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് അടവ് നയം മാറ്റിയത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വലിയ വിള്ളൽ നമ്മുടെ ബന്ധത്തിൽ ഉണ്ടാക്കി എന്ന് പറയുന്നു. അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധരെല്ലാം പറയുന്നത് ഇന്ത്യ പൊറുക്കണം, പോരാത്തതിന് ട്രംപിൻ്റെ ഈ ഒരു നിലപാടിനോട് ഇന്ത്യ സൈലൻസ് ആണ് പുലർത്തിയത്, അതാണ് ഏറ്റവും നല്ല മറുപടി എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ സോപ്പിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, ഇത് അമേരിക്ക ഇന്ത്യയോട് അടുക്കാൻ വരുന്നു എന്ന് കണ്ടിട്ടാണോ എന്നറിയില്ല. ഇന്ത്യക്ക് ട്രംപ് ചുമത്തിയ തീരുവകളിൽ നിന്ന് രക്ഷപ്പെടാനായി ഞങ്ങളുടെ വിപണി മാത്രമല്ല പല വിപണികളിൽ തുറക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാനുമായി റഷ്യ തൻ്റെ ദൂതനെ, അതായത് പുടിൻ തൻ്റെ ഒരു ദൂതനെ ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ഈ പുടിൻ അയക്കുന്നത് ദിമിത്രി പത്രുഷേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എന്തിനാണ് പുടിൻ ദിമിത്രി പത്രുഷേവിനെ സെപ്റ്റംബറിൽ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്? അദ്ദേഹം ഒരു കാർഷിക വിദഗ്ധനാണ്. ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതിയും വളവിതരണവും വർദ്ധിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. US-ലേക്കുള്ള ഏറ്റവും വലിയ ചെമ്മീൻ വിതരണക്കാരാണ് ഇന്ത്യ. എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 50% താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വ്യാപാരത്തിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഇന്ത്യൻ ചെമ്മീൻ കയറ്റുമതിക്കാർക്ക് റഷ്യൻ ആകർഷകമായ വിപണിയായി മാറുമെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പ്രോഡക്ട്സ് റഷ്യയിലേക്ക് പോരട്ടെ എന്ന് പറഞ്ഞ് ഇന്ത്യയും റഷ്യയും കൂടുതൽ അടുപ്പിക്കാനാണ് ഇപ്പോൾ ദിമിത്രി പത്രുഷേവ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അമേരിക്ക അപ്പുറത്തു നിന്നും ഇന്ത്യയെ പിണക്കിയത് മോശമായി പോയി എന്ന് പറഞ്ഞൊരു പശ്ചാത്താപവും പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് പുടിൻ്റെ ഈ മാസ്റ്റർ സ്ട്രോക്ക് വരുന്നത്. ഉഭയകക്ഷി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി റഷ്യൻ വൈസ് പ്രസിഡന്റ് ദിമിത്രി പത്രുഷേവ് ഇന്ത്യൻ മന്ത്രിമാരെ കണ്ടേക്കുമെന്നും ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നു. പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ വ്യാപാരം നടക്കുന്ന ഇന്ത്യൻ ചെമ്മീനിൻ്റെ ഏറ്റവും വലിയ വിപണിയാണ് അമേരിക്ക. എന്നിരുന്നാലും ട്രംപിൻ്റെ താരിഫുകൾ ഈ വ്യാപാരത്തെ ബാധിച്ചു. ഇപ്പോൾ ഇന്ത്യൻ ചെമ്മീൻ കയറ്റുമതിക്കാർ US വിപണിയിൽ ഇക്വഡോർ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കടുത്ത മത്സരം നേരിടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ റഷ്യൻ ചെമ്മീൻ വിപണി ഇന്ത്യക്ക് ആശ്വാസമാകും എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും തീരുവകളിൽ US സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് റഷ്യയുടെ ഇത്തരത്തിലൊരു മാസ്റ്റർ സ്ട്രോക്ക് വരുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.